കുട്ടികൾക്കും സ്കൂളിലേക്ക് കൊടുത്തു വിടാനും അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ റെഡിയാക്കി കൊടുക്കാനും പറ്റിയ സിമ്പിളായിട്ട് ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി. 1/2 കപ്പ് മൈദ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. 1/4 കപ്പ് പാല് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ചെയ്യുമ്പോൾ ഇത്ര കട്ടിയിൽ തന്നെ മിക്സ് ചെയ്തോളട്ടോ. ഒരുപാട് ലൂസാക്കിയിട്ട് മിക്സ് ചെയ്ത് വെക്കേണ്ട. ഇനി 10 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. അപ്പോഴേക്ക് റവ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും. റവ സോഫ്റ്റ് ആവാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആവാറായി. ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിട്ട് വരാം. മാങ്ങയിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മാങ്ങയുടെ മധുരം അനുസരിച്ച് പഞ്ചസാര എടുത്തോളോട്ടോ. ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മാമ്പഴത്തിന്റെ പേസ്റ്റ് റവയുടെ കൂട്ടിലേക്ക് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. മാമ്പഴത്തിൻ്റെ സീസൺ കഴിയാറാവുന്നു കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മാമ്പഴം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബാറ്റർ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂണും കൂടി പാൽ ആഡ് ചെയ്യുന്നുണ്ട്. ബാറ്റർ റെഡിയായി. ഇതാണ് മാവിൻ്റെ പാകം. അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലോണം ചൂടായതിന് ശേഷം ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ നടുക്ക് ഒരു സ്ലൈസ് നാളികേരം വെക്കുന്നുണ്ട്. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിത് മറിച്ചിടാം. നമുക്ക് അടിഭാഗം കൂടി വേവിച്ചെടുക്കാം. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. മാമ്പഴ സീസൺ കഴിയുമ്പോഴേക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.